കൊല്ലത്ത് അയൽവാസികൾ തമ്മിലുള്ള സംഘർഷത്തിൽ തലയ്ക്ക് മുറിവേറ്റ 55-കാരനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചൽ സ്വദേശി വിജയനാണ് പരിക്കേറ്റത്. വിജയന്റെ അയൽവാസിയായ ബിജുവുമായാണ് സംഘർഷമുണ്ടായത്. പിക്കപ്പ് വാനുമായി ഓട്ടം പോയ ബിജുവിനെ ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്ന വിജയൻ നെട്ടയത്ത് വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ബിജു വാഹനത്തിലുണ്ടായിരുന്ന ലിവർ എടുത്ത വിജയനെ തിരിച്ചാക്രമിച്ചു. തലയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റ വിജയനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിജയന്റെ ആക്രമണത്തിൽ ബിജുവിനും പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ബിജു പിക്കപ്പുമായി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. ബിജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പുള്ളിക്കാരൻ സഞ്ചിക്കാതെ ബൈക്കിനകത്ത് ഒരു വടിവാളും ആസറ്റുമായിട്ടാണ് വരുന്നത്. രാവിലെ വന്ന് തന്നെ തീർക്കുമെന്ന് പറഞ്ഞ് രാവിലെ വിട്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പരിക്കുവലി കാവിലെ കിണറിറക്കാൻ വന്ന വരികയാണ്. 2 ഏക്കർ മുക്കി നമ്മൾ കോടതി ജംഗ്ഷനിൽ ഇറക്കി. രമേശൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവന് രമേശൻ്റെ ഭാഗം പോയിട്ട് ഈ പുള്ളിക്കാരൻ മുമ്പോട്ട് തന്നെ ഫോളോ ചെയ്ത് പോയി. 3 കിലോമീറ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ വേറെ ആൾക്കാരുണ്ടെന്ന് അറിയുന്നില്ല. എനിക്ക് വഴി വെച്ച് നിർത്താൻ അങ്ങനെ ആ പുള്ളിക്കാരൻ പുറകെ വന്നിട്ട് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ ഡോറിനോട് ചേർത്ത് സഞ്ചി വാളെടുത്ത് വെട്ടുന്നത്. 2 മാസത്തിന് മുന്നേ എൻ്റെ ഇളയ മോൻ്റെ കല്യാണ സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ടും വിഷയങ്ങളുണ്ടാക്കി. ഇതെല്ലാം മൊബൈലിൽ പിടിച്ച് അവൻ പറഞ്ഞതും അവിടെ കാണിച്ച് എല്ലാം മൊബൈലിൽ പിടിച്ച് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് അവിടെ വിളിപ്പിച്ച് അവർ വളരെ ശക്തമായ രീതിയിൽ താക്കീത് കൊടുത്താണ് കിട്ടത്. പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇനി മേലിൽ ഇത് ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ നാട് കടത്തും എന്നെല്ലാം നല്ല രീതിയിൽ അവർ താക്കീത് കൊടുത്താണ് 2 കൂട്ടർക്കും. നമ്മുടെ അടുത്ത് അവരുടെ അടുത്ത് മാത്രമല്ല നമ്മളോടും പറഞ്ഞായിരുന്നു, നിങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല എന്നുള്ള കാര്യം ഈ പരിസരമൊക്കെ വന്ന് അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയായിരുന്നു. അങ്ങോട്ട് ചുണ്ടും പോകുമ്പോഴല്ല ഇയാളുടെ വീടിൻ്റെ ഭാഗത്ത് ഇവിടെ മെയിൻ റോഡാണ്. ഇതിൽ കൂടെ വേണം എനിക്ക് തൊട്ടടുത്ത് എൻ്റെ പറമ്പിൽ പോകേണ്ടത്. എനിക്ക് റബ്ബറുണ്ട്, അത് വെട്ടാനും എടുക്കാനും ഒക്കെ പോകേണ്ടതും ഒക്കെ ഇയാളുടെ വീടിൻ്റെ മുറ്റത്തോടാണ്. പിന്നെ എൻ്റെ മൂത്ത മോനെ തൊട്ടടുത്ത് അതിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അതിൽ അങ്ങോട്ടാണ് ഞാൻ എല്ലാത്തിനും പോവുകയിരിക്കുക ചെയ്യുന്നത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ട് ഇതുപോലെ ആക്ഷേപങ്ങൾ പറച്ചില്ല. നമ്മൾ പിന്നെ അതങ്ങ് ഒഴിവാക്കി കൊടുക്കുക. പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വളർന്നിരിക്കുന്നുണ്ട്.